എന്താണ് രണ്ടുപേരും കൂടി? ജെസിക്ക് നിന്നോട് എന്താ പറയാനുണ്ടെന്ന്. എന്ത് പറയും? ഇവക്കേ അതെ, ഇപ്പൊ എന്താണെങ്കിലും സമയം എനിക്കില്ല, പോയിട്ട് പിന്നോ. അല്ല, ഇവക്ക് എന്തോ കുറ്റബോധം അലയടിക്കുന്നു. എന്താണ് അത്? പിന്നെ പശ്ചാത്താപം കൊണ്ട് ഇവക്ക് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. എന്ത് പശ്ചാത്താപം? ആർക്ക്? ജെസിക്ക്. ആണോ പശ്ചാത്താപം? അതെ, നമുക്ക് പണ്ടും അങ്ങനെയായിരുന്നേ. തെറ്റ് കണ്ട അപ്പൊ തന്നെ പശ്ചാത്താപം. ഭയങ്കര പാവം ക്യാരക്ടറായിരുന്നു. അത് പിന്നെ വെള്ളമുണ്ടോ? ആ വെള്ളമുണ്ട്, എടുത്തു കുടിച്ചോ. പകർച്ചവ്യാധിയാണോ? പിന്നെ ഞാൻ ഓപ്പണായിട്ട് ഒരു കാര്യം പറയാം. ഓപ്പണായിട്ട് പറഞ്ഞോളൂ. നമ്മള് കോളേജില് അറിയാലോ, നമ്മള് പഠിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളും. നശിപ്പിക്കരുത്. നിങ്ങൾ അപ്പൊ പറഞ്ഞു വന്ന നമ്മള് കോളേജിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് നമ്മള് ഭയങ്കര യങ്സ്റ്റേഴ്സ് ആയിരുന്നല്ലോ. അന്നത്തെ എടുത്തുചാട്ടത്തിൽ ഓരോ കാര്യങ്ങളും മെച്യൂരിറ്റി മനസ്സിലാവും മെച്യൂരിറ്റി കൂടുതലാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, പറഞ്ഞു വന്നത് വർഷങ്ങൾ ഇത്ര ആയില്ലേ, ഇനി പഴയതൊക്കെ വെറുതെ മനസ്സിൽ കൊണ്ട് നടക്കണ്ടല്ലോ അമ്മയാ. ആര്? നിനക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല, എനിക്കല്ലേ പണി കിട്ടിയത്. കഴിഞ്ഞില്ലേ ഇത്? അല്ല, അപ്പുറം മരുന്ന് മെഡിസിൻ വല്ലതും വേണോ? കുഴപ്പമില്ല, അപ്പുറം മരുന്ന് അല്ലേ. അപ്പൊ പറയാൻ വന്നത് ഇപ്പൊ പറയാൻ കഴിയത്തില്ല. പോടി. അല്ല, നീ പറഞ്ഞിട്ട് പോയാ മതി. നീ എന്ത് പറയാ? അപ്പം നിന്റെ സമയത്തനുസരിച്ച് ഞാൻ പറയണോ? ഇവിടെ വർക്ക് ചെയ്തോണ്ട് എന്നെ വിളിച്ചിട്ട് പറയാൻ കാര്യം അവൾക്ക്. ഇപ്പൊ പറയാൻ കഴിയത്തില്ല, പറയാൻ തോന്നുമ്പോ ഞാൻ പറയും. ഓടി. ഇതൊക്കെ ഇവിടെ ഒന്നും എന്നോട് പറിച്ച് എന്തിനാ വന്നത്? അല്ല, എന്തിനാ വന്നത്? നന്ദി പറയാനാ. മെയിൽ ചെയ്തായിരുന്നോ? ചെയ്തു സർ. ഞാനിന്ന് ഹെഡ് ഹൗസിലേക്ക് പോയിട്ട് വരാം. ഉറപ്പായും മെയിൽ ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തു. സാറെങ്ങനെ പോവും? ഞാൻ ടോമിൻ്റെ കൂടെ പോവും. താക്കോല് കിട്ടിയില്ലേ? ഇല്ല. സാർ എല്ലാവരും ശരിക്കും ചെക്ക് ചെയ്തതായിരുന്നോ? നോക്കിയെന്നല്ലേ പറഞ്ഞത്. വെറുതെ മൊത്തത്തിലൊന്നും ചെക്ക് ചെയ്തോ? പാന്റും ഷർട്ടും ബാഗും ഇതൊക്കെ ഞാൻ നോക്കിയത്. ഇതിൻ്റെ അതൊന്നുമില്ല. എന്നാ പിന്നെ സാർ, നമുക്ക് ഒരു നേർച്ച നേർന്ന് നോക്കിയാലോ? നല്ല സാർ, നേർച്ച നേർന്ന കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സാറേ. ആണ് ഈ കണ്ട ആൾക്കാരെ പിന്നെ അവിടെ പോണത് വെറുതെ ആണോ? ശരിക്കൊക്കെ നോക്കിയായിരുന്നല്ലോ സാറ്. അന്നെങ്കിൽ ഒന്ന് ശരിക്ക് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണേ. കണ്ണടയ്ക്കണം സാർ. ഇങ്ങനെ നിസാരമായിട്ട് കാണരുത്. ഭക്തിയാണ് ഇമ്പോർട്ടന്റ്. സാർ, പ്രാർത്ഥിച്ചിട്ട് ഫലം ഉണ്ടായെന്ന് നമ്മൾക്ക് അറിയണ്ടേ? അതിന് ബാഗൊക്കെ ഒന്ന് ശരിക്കും പാന്റും ബാഗും ഷർട്ടും മൊത്തത്തിൽ ചെക്ക് ചെയ്തോ? മാതാവ് എങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഇതിനകത്തൊക്കെ ഞാൻ നോക്കിയത്. നോക്കൊന്നുമില്ല. ഒന്നുമില്ല. ബാഗ് ഞാൻ നന്നായിട്ട് തപ്പിയാണ്. നിങ്ങൾ എന്തോന്ന് പറയണേ? ശരിയായിട്ട് വെക്കുന്ന സ്ഥലത്ത് അല്ലാത്ത സ്ഥലത്ത് ഇതിന്റെ അത് ഇല്ലായിരുന്നു. എന്നാണ് നേർച്ച നേർന്നത് അത് തന്നെ വലിച്ചതല്ലേ നേർച്ച നേർന്ന്? അല്ല, അതിന് ഇത് ഞാൻ ഇതിനകത്തൊക്കെ നോക്കിയാണ്. ഞാൻ ഇട്ടതിനകത്ത് നോക്കി, ബാഗിനകത്ത് താക്കോലും വെച്ചിട്ട് ഈ ഓഫീസ് മുഴുവൻ അരിച്ച് പറക്കി വെറുതെ. അത്ഭുതം എന്ന് വെച്ചാൽ എന്താ? അതൊരു അത്ഭുതമായതുകൊണ്ടല്ല അത്ഭുതം നമ്മൾ വിളിക്കുന്നത്. അല്ല, അത് നേരെ. അതല്ല, എന്നാലും ഇതിനകത്ത് വരാൻ ഒരു സാധ്യത ഇല്ലെന്ന്. ഇതിനകത്ത് വെച്ചിട്ട് ഇത്രയും വേറെ സ്ഥലത്ത് തപ്പിട്ട് എന്തായാലും ചെലവുണ്ട്. കീയൊക്കെ കിട്ടിയതല്ലേ? അല്ല, എന്നാലും ഇത് എന്റെ താക്കോല് അതെ. പോണ വഴിക്ക് നേർച്ചിട്ടിട്ട് പോട്ടോ. ഇവിടെ നിന്ന് പരിമല കേട്ടോ. കൊള്ളാം. അറിയാലോ എവിടെ എന്നാലും അത്ഭുതങ്ങളെ അത്ഭുതമായിരിക്കും അല്ലേ?